إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله സ്വർഗപ്രവേശവും നരകമോചനവും മുഖ്യ ലക്ഷ്യമായി കണ്ട് ഈ ഐഹിക ജീവിതം നയിക്കേണ്ടവരാണ് നാം. അതിനുള്ള പരിശ്രമങ്ങളിൽ നാം എത്രത്തോളം മുഴുകുന്നു എന്ന ആത്മവിചാരം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഒരു മനുഷ്യനും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ് മരണം എന്നത്. അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടിസ്ഥാന കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയത് കാണാൻ കഴിയും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ. ഓരോ ദേഹവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും, പിന്നെ നമ്മിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഇതുപോലെ രണ്ട് വചനങ്ങളിലും കാണാം കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. മറ്റൊരു വചനത്തിൽ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമah ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ, ഒന്ന് മരണശേഷം അള്ളാഹുവിലേക്ക് നാം മടങ്ങും എന്നതാണ്. മറ്റൊന്ന് ഭൗതിക ലോകത്തെ ജീവിതത്തിൽ നന്മയും തിന്മയും നൽകിയുള്ള ഒരു പരീക്ഷണം നിങ്ങൾക്കുണ്ട്. അനുകൂല പ്രതികൂല സാഹചര്യങ്ങൾ നൽകി അള്ളാഹു നമ്മെ പരീക്ഷിക്കും. മറ്റൊന്ന് കർമ്മങ്ങൾക്ക് പൂർണ്ണ പ്രതിഫലം പരലോകത്താണ് നൽകപ്പെടുക. നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ ആരാണ് പ്രവേശിക്കുന്നത്? അവരാണ് യഥാർത്ഥ വിജയികൾ. ഈ ഐഹിക ജീവിതം വഞ്ചനയുടെ ചരക്ക് മാത്രമാണ് എന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തി. ഇങ്ങനെയുള്ള ഭൗതിക ലോകത്ത് നാം ആരാകണം, എങ്ങനെയാകണം? ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സാമർഥ്യമുള്ളവൻ, ബുദ്ധിയുള്ളവൻ തൻ്റെ നഫ്സിനെ അള്ളാഹുവിന് വിധേയമാക്കിയവനാണ്. അതോടൊപ്പം മരണശേഷമുള്ള ജീവിതത്തിനായി അധ്വാനിക്കുന്നവനുമാണ്. വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹ
വതമന്ന അലല്ലാഹിൽ അമാനി, അശക്തൻ, കഴിവ് കുറഞ്ഞവൻ, തൻ്റെ നഫ്സിനെ ദേഹേച്ഛകൾ കൊണ്ട് വലയം ചെയ്യിച്ചവൻ, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നവൻ. മറ്റൊരു ഹദീസിൽ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജാഅഹു റജുലുൻ മിനൽ അൻസ്വാർ. ഞാനൊരിക്കൽ റസൂലുള്ളയുടെ കൂടെയാകുമ്പോൾ അൻസ്വാറുകളിൽപ്പെട്ട ഒരു സ്വഹാബി അവിടെ വന്നു. ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളയോട് സലാം പറഞ്ഞ്, സുമ്മ ഖാൽ, എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, റസൂലേ, മുഅ്മിനീങ്ങളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? റസൂലുള്ള പറഞ്ഞു കൊടുത്തു, അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സൽ സ്വഭാവത്തിൽ കഴിയുന്നവൻ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, വിശ്വാസികളിൽ ആരാണ് ഏറ്റവും സാമർത്ഥ്യക്കാരൻ, ബുദ്ധിയുള്ളവൻ? ഖാല, റസൂലുള്ള പറഞ്ഞു, അക്തറുഹും ലിൽ മൗതി ദിക്റ വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, ഏറ്റവും കൂടുതൽ തൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കുന്നവൻ, അതോടൊപ്പം മരണശേഷമുള്ള ജീവിതത്തിനായി നന്നായി പ്രവർത്തിക്കുന്നവൻ. ഉലൈകൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ പരലോകത്തേക്കുള്ള നമ്മുടെ വിഭവങ്ങൾ ശേഖരിക്കാനുള്ള ക്ഷണികമായ നൈമിഷികമായ ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പരലോക വിഭവങ്ങൾക്ക് വേണ്ടി രണ്ട് കാര്യങ്ങൾ നാം ശേഖരിച്ചു വെക്കണമെന്ന് മാത്രമാണ് ഈ ഖുതുബയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു, വ ഇന്ന ഉമ്മത്തക്കും ആദിഹി ജുഇല ആഫിയതുഹാ ഫി അവ്വലിഹാ, നിങ്ങളുടെ ഈ ഉമ്മത്തുണ്ടല്ലോ, അതിൻ്റെ ആദ്യകാലമെന്നത് അള്ളാഹു നൽകിയ ആഫിയത്ത് മുഴുവൻ ലഭിച്ച കാലമാണ്. ആഫിയത്ത് എന്നത് ഒരു വിശാലമായ പദമാണ്. ആരോഗ്യം, ആഫിയത്ത്, ഇതൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. വിശ്വാസരംഗത്ത്, ആചാരാനുഷ്ഠാന രംഗങ്ങളിലൊക്കെ ആഫിയത്തുണ്ട്. ആ എല്ലാ ആഫിയത്തും ലഭിച്ച ഒരു ഉമ്മത്താണ് നിങ്ങളുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തിയത് കാണാം, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, മുഹമ്മദ് നബിയെ, താങ്കൾ അവരിലുള്ള കാലമത്രയും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. ആ കാലമാണ് ഈ ഉമ്മത്തിൻ്റെ തുടക്കം. എന്നാൽ സയുസീബു ആഖിറഹ ബലാഉൻ ശദീദുൻ വ ഉമൂറുൻ തുൻകിറൂനഹ, എന്നാൽ ഈ ഉമ്മത്ത് അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ ശക്തമായ പരീക്ഷണങ്ങൾ, സഹിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ടാകും. വതജീഉ ഫിതൻ, ഫിത്തനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഫിത്തനകളെ അഭിമുഖീകരിക്കുന്ന സത്യവിശ്വാസി പറയും, ആദിഹി മുഹ്ലിക്കത്തി, ഇതെന്റെ നാശമാണല്ലോ എന്ന്. അങ്ങനെ ആ ഫിത്തന പോയി വീണ്ടും ഫിത്തനകൾ വരും. അപ്പൊ വിശ്വാസി പറയും, ആദിഹി ഹാദിഹി, ഇത് തന്നെയാണ് എൻ്റെ നാശത്തിന് നിദാനമാകുന്ന ഫിത്തനകൾ. ഇതിങ്ങനെ ഓർമ്മപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, ഫമൻ അഹബ്ബ അൻ യുസഹ്സഅ അനിന്നാരി വയുദ്ഖലൽ ജന്ന, നരകമോചനം ഇഷ്ടപ്പെടുന്നവരാരോ, സ്വർഗപ്രവേശം ആഗ്രഹിക്കുന്നവരാരോ, ഫൽതഅതിഹി മനിയ്യതുഹു വഹുവ യുഅ്മിനു ബില്ലാഹി അസ്സ വജല്ല വൽ യൗമിൽ ആഖിർ. അങ്ങനെ ചിന്തിക്കുന്നവർ, അവരുടെ മരണം അവരെ സമീപിക്കട്ടെ, അവർ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചു കൊണ്ടിരിക്കെ. വൽയഅതി ഇലന്നാസി അല്ലദീ യുഹിബ്ബു അൻ യുഅ്താ ഇലൈ, തന്നെ എങ്ങനെയാണ് ജനങ്ങളൊക്കെ നോക്കിക്കാണണമെന്ന് ആഗ്രഹിക്കുന്നത് അത് അങ്ങോട്ട് തിരിച്ചും നൽകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ടു കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, നാം അള്ളാഹുവിനോടുള്ള ബന്ധം നന്നാക്കുക, മറ്റൊന്ന് പടപ്പുകളോടുള്ള ബന്ധം നന്നാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നരകമോചനം ലഭിക്കും, സ്വർഗപ്രവേശം ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒന്ന്, ഈമാനിനെ നഷ്ടപ്പെടാതെ ദുർബലപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഈമാൻ എന്നത്
ഒരു ഗൗരവപ്പെട്ട കാര്യമാണ്. നാം പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്, അള്ളാഹ് ദുനിയാവിൽ ഏതനുഗ്രഹങ്ങളും വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ മാനദണ്ഡം നോക്കാതെ നൽകുമെങ്കിൽ വലാ യുഅ്തിൽ ഈമാന ഇല്ലാ മൻ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം നൽകുന്നതാണ് ഈമാൻ എന്നത്. അതിന്റെ ഗൗരവം അറിയാൻ ഒരൊറ്റ സംഭവം ഉണർത്തുകയാണ്. ഖൈബർ യുദ്ധസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹാദാ മിൻ അഹ്ലിന്നാർ, ഇവൻ നരകത്തിലേക്കുള്ള ആളാണ്. ഹദീസുകളിൽ കാണാം, യദ്ദഇൽ ഇസ്ലാം, ഇസ്ലാം വാദിക്കുക മാത്രമാണ് ചെയ്യുന്നത്, കാപട്യമുള്ള ആളായിരിക്കാം. റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ സ്വഹാബികൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹിയോട് വന്നു പറഞ്ഞു, യാ റസൂലല്ലാഹ് അറഅയ്ത റജുലല്ലദീ തഹദ്ദത്ത അന്നഹു മിൻ അഹ്ലിന്നാർ ഖദ് ഖാതല ഫീ സബീലില്ലാഹി മിൻ അശദ്ദിൽ ഖിതാൽ. റസൂലേ, അങ്ങ് നരകത്തിലാണെന്ന് പറഞ്ഞ ആ വ്യക്തിയുണ്ടല്ലോ, നല്ല പോരാട്ടമാണ് യുദ്ധക്കളത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്, അദ്ദേഹത്തെക്കുറിച്ചാണല്ലോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. ഫകസുറത്ത് ബിഹിൽ ജിറാഹ്, അദ്ദേഹത്തിന്റെ ശരീരത്തിലോ അനവധി പരിക്കുകൾ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്, പരിക്കുകൾ ഏറ്റിട്ടുണ്ട് യുദ്ധക്കളത്തിൽ. അപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞു, അമാ ഇന്നഹു മിൻ അഹ്ലിന്നാർ, എന്നാലും അയാൾ നരകത്തിൽ തന്നെ എന്ന്. അതേ സ്വഹാബികൾ പിന്നെ വന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞു, റസൂലേ ഖദിൻ തഹറ ഫുലാൻ ഫഖതല നഫ്സഹു, തന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിച്ച് കഴുത്തിൽ കുത്തി അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയം ബിലാലിനെ വിളിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, ഖും യാ ബിലാൽ ഫഅദ്ദിൻ, നീ ജനങ്ങളിൽ എഴുന്നേറ്റ് വിളംബരം ചെയ്യണം. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിൻ, മുഅ്മിനല്ലാത്ത ഒരാളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വ ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാജിർ, ഒരു തെമ്മാടിയായ മനുഷ്യനെ കൊണ്ടും ഒരു പക്ഷേ അള്ളാഹ് ഈ ദീനിനെ ശക്തിപ്പെടുത്തി എന്ന് വരാം. പക്ഷേ സ്വർഗം വേണോ? ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിൻ. അതുകൊണ്ട് തന്നെ ഈമാൻ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പഠിച്ച് മനസ്സിലാക്കി അത് നിലനിർത്തലാണ് നമ്മുടെ ബാധ്യത. പണ്ഡിതന്മാരുടെ വാക്കുകളിൽ കാണും, ലൈസൽ ഈമാനു ബിത്തമന്നി വലാ ബിത്തഹല്ലി വലാകിന്നൽ ഈമാൻ മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ. ഈമാൻ എന്നത് ആഗ്രഹം പറയലല്ല, ഈമാൻ എന്നത് ആഭരണം ചമഞ്ഞ് കാണിക്കാൻ പറ്റും പോലെ ചമഞ്ഞ് കാണിക്കാൻ പറ്റുന്നതുമല്ല. വലാകിന്നൽ ഈമാൻ മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ, അത് ഹൃദയത്തിൽ രൂഢമൂലമായതും കർമ്മങ്ങൾ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്നതാണ്. ഇങ്ങനെ ഈമാനിനെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക, തന്റെ റബ്ബിനെ കുറിച്ച് സദാസമയവും സൽവിചാരം മാത്രം നിലനിർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് ഞങ്ങളെ ഉപദേശിച്ചു എന്ന് സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുൽ ലന്ന ബില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരത്തിലാകാതെ നിങ്ങൾ ആരും മരണപ്പെടരുത് എന്ന്. ആ നിലക്ക് അള്ളാഹിനെ കുറിച്ച് സൽവിചാരമുണ്ടാവുക. അവൻ എങ്ങനെയാണ് ഈമാനിനെ മനസ്സിലാക്കി തന്നത്, ആ ഈമാൻ അവൻ അവതരിപ്പിച്ച പ്രമാണങ്ങളിലൂടെ തന്നെ പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം, സ്വർഗം ലഭിക്കാൻ, നരകമോചനം സാധ്യമാകാൻ. രണ്ടാമത്തെ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, വൽയഅതി ഇലന്നാസി അല്ലദീ യുഹിബ്ബു അൻ യുഅത ഇലൈഹി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നതൊക്കെ അങ്ങോട്ട് നൽകുക. എല്ലാവരും എന്നെക്കുറിച്ച് സൽവിചാരമുണ്ടാവണം, എന്നെ സഹായിക്കണം, എന്നെ ആദരിക്കണം, എനിക്ക് അവന് സഹായം കിട്ടണം, എന്നെ വെറുക്കരുത്, എന്നെ ആക്രമിക്കരുത് എന്നിങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അതങ്ങോട്ട് നൽകുക. നമ്മിൽ നിന്ന് സൽ സ്വഭാവം മാത്രം മറ്റുള്ളവർക്ക് നൽകുക. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുക. വല്ല തിന്മകളും വന്നാൽ നന്മയെ തുടർത്തുക. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോടൊക്കെ സൽ സ്വഭാവത്തോടെ പെരുമാറുക എന്നത് അടിസ്ഥാന വിഷയമായി പഠിപ്പിച്ചതാണ്. ആ കാര്യവും ശ്രദ്ധിക്കുക. ഇതാണ് ഓർമ്മപ്പെടുത്തിയത്. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. നമ്മുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് അവധിക്കാലമാണ് ഈ 2 മാസങ്ങൾ. അതുകൊണ്ട് തന്നെ അവധിക്കാലത്ത് നമ്മുടെ മക്കൾക്ക്
അവരുടെ മേൽ പറഞ്ഞതുപോലെ അവർക്ക് ഈമാൻ ലഭിക്കാനും പരലോക ബോധത്തിൽ തന്നെ അവർ ജീവിക്കാനും ആവശ്യമായ ദർശനങ്ങൾ, അവർക്ക് ആവശ്യമായ വഴികൾ നമ്മൾ കാണിച്ചു കൊടുക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ വിളിച്ചു ഉണർത്തിയിട്ടുണ്ട്. ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണം. വ അഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണം. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ എന്നാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് ഭൗതികമായ മേഖലകളിൽ രക്ഷ നൽകുന്ന രക്ഷിതാക്കളാണ്. ആ ഭൗതികമായ താൽപ്പര്യങ്ങൾക്ക് മാത്രം കീഴ്പ്പെട്ട് അവർക്ക് വേണ്ടി ജീവിക്കേണ്ടവരല്ല നമ്മൾ. അവർക്ക് വേണ്ട പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങളും നമ്മിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ രംഗത്ത് വീഴ്ചകൾ സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ യുവതലമുറ ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്ന പോലെ പല തെറ്റായ മാർഗങ്ങളിലേക്കും പോയി ലഹരിക്കും അതുപോലെ മയക്കുമരുന്നുകൾക്കും വേണ്ടാത്തരങ്ങൾക്കുമൊക്കെ കീഴ്പ്പെട്ട് നശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മക്കൾക്ക് ആവശ്യമായ ദീൻ പകർന്നു നൽകാനും മക്കളുടെ മുമ്പിൽ മാതൃകകളായി ജീവിക്കുന്നവരാകാനും രക്ഷിതാക്കളായ നമുക്ക് കഴിയണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞ ഒരു വാക്ക്, വകം മിമ്മൻ അഷ്ഖാ വലദഹു വഫിൽദത കബിദിഹി ഫിദ്ദുനിയ വൽ ആഖിറ ബിഇഹ്മാലിഹി വതർക്കി അദബിഹി വഇആനതിഹി ലഹു അലാ ശഹവാതിഹി. എത്രയെത്ര മാതാപിതാക്കളാണ് അവരുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ കാര്യത്തിൽ തങ്ങളുടെ അലസത കാരണത്താലും മര്യാദകൾ പഠിപ്പിക്കാതെയും അവരുടെ തന്നിഷ്ടങ്ങൾക്ക് സഹായം നൽകിക്കൊണ്ട് ഇരു ലോകത്തും ആ മക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. വയസ്ഉമു അന്നഹു യുക്രിമുഹു. പല മാതാപിതാക്കളും വാദിക്കാറുള്ളത്, ഞാൻ എൻ്റെ മക്കളെ ആദരിക്കുന്നു. യഥാർത്ഥത്തിൽ വഖദ് അഹാനഹു, ആ മാതാപിതാക്കൾ അവരെ നിന്ദിക്കുകയാണ്. വ അന്നഹു യർഹമുഹു വഖദ് ളലമഹു വ ഹറമഹു. മക്കളോട് കാരുണ്യമുള്ളവനാണ് ഞാനെന്ന് അവർ വാദിക്കുന്നു. പക്ഷേ മക്കൾക്ക് വേണ്ട അവകാശങ്ങളെ നിഷേധിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അങ്ങനെ ഫഫാത്തഹു ഇൻതിഫഉഹു ബി വലദിഹി. മക്കളെ കൊണ്ട് തനിക്കുള്ള യഥാർത്ഥത്തിലുള്ള വിജയം, നേട്ടം, അത് മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന്. അതുകൊണ്ട് മക്കൾ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അവരും ദീനിലും ഈമാനിലും ഹിദായത്തിലും കൂടെയുണ്ടാകണം എന്ന കാര്യം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അവതരിപ്പിച്ച പ്രമാണങ്ങൾ മനസ്സിലാക്കി അവൻ തൃപ്തിപ്പെടുന്ന ജീവിതം നയിച്ച് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും മുഅ്മിനായി മുവഹ്ഹിദായി മരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്നഹ് വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. ربنا تقبل منا وتب علينا انك انت التواب الرحيم. اللهم توفنا مسلمين والحقنا بالصالحين. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.